1945 ഈ സഭ ഒരു കൂട്ടായ്മ യോഗമായിട്ട് ആരംഭിച്ചതാണ്. അന്ന് LMS മിഷണറിമാരുടെ പ്രേരണയോട് കൂടെ സ്നേഹപ്പൂ എന്ന് പറയുന്ന മാതാവ് ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ സമീപ പ്രദേശത്തുള്ള ആൾക്കാരെ എല്ലാം കൂട്ടി ആരാധന ആരംഭിച്ചു. സ്നേഹപ്പൂ എന്നുള്ള മാതാവിൻ്റെ കൂടെ ആരാധനയിൽ പങ്കെടുത്ത അംഗങ്ങളിൽ ഒരു വ്യക്തിയാണ് ശ്രീമതി ബേബി ഇന്ന് നമ്മുടെ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള അംഗങ്ങളുടെ അമ്മമാർ അല്ലെങ്കിൽ പിതാക്കന്മാരൊക്കെ ഈ ആരാധനയിൽ പങ്കെടുത്തവരായിട്ടുണ്ട്. മരിച്ചുപോയ അന്നേലി, പിന്നെ അതുപോലുള്ള പലരും വന്നിട്ടുണ്ട്. ജോൺ പാലൻ, മാത്യു, ഡാനിയൽ എന്ന് പറയുന്ന ആൾ, അവരൊക്കെ ഈ കൂട്ടായ്മയിൽ കൂടെ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. ഈ മാതാവ് പ്രത്യേകിച്ചും കണ്ണമൂല സെമിനാരിയിൽ നിന്നും അല്ലെങ്കിൽ കണ്ണമൂല പ്രദേശത്തുള്ള സന്യാസിനിമാരിൽ നിന്നും കൂട്ട് സ്വീകരിച്ച് ഇവിടെ പ്രവർത്തിച്ചവരാണ്. അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഈ ഭാഗം മൊത്തം കർത്താവിന് വേണ്ടി നേടണം എന്നുള്ള ഒരു വാശിയോടുകൂടിയാണ് അവർ പ്രവർത്തിച്ചിട്ടുള്ളത്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഭാഗത്തുണ്ടായിരുന്ന ജനങ്ങളെല്ലാം ഇവരെ പിൻപറ്റി ആരാധനയിൽ പങ്കെടുക്കുകയും ഒരു ക്രിസ്തീയ വിശ്വാസം ഇവിടെ ഉടലെടുക്കുകയും ചെയ്തത്. ഈ സഭയിൽ വന്നുകൊണ്ടിരുന്ന പലരും ദൈവത്തിൻ്റെ പ്രേരണ കൊണ്ട് തന്നെ അവരിവിടെ നിന്ന് പിണങ്ങിപ്പോയതെന്നാണ് ഇവിടുത്തെ ചിലരെങ്കിലും ഇപ്പോഴും പറയുന്നതെങ്കിലും അങ്ങനെയല്ല. അവർ മറ്റ് സ്ഥലങ്ങളിൽ പോയി സുവിശേഷം പ്രചരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പുതിയ പുതിയ ആരാധനകൾ തുടങ്ങുകയും അവിടെ കൂടുതൽ കൂട്ടായ്മയിൽ കൂടെ ആൾക്കാരെ ആകർഷിക്കുകയും ചെയ്തു. അനേകരെ ആകർഷിച്ച് ഈ ദേശം മുഴുക്കെ എന്തായാലും ഇപ്പോൾ ഏകദേശം വിശ്വാസത്തിൽ വന്നിട്ടുണ്ട്. വളരെ കുറച്ച് പേർ മാത്രമേ ഈ ദേശത്തെ ഇനി ക്രിസ്തീയ വിശ്വാസത്തിൽ വരാനായിട്ട് അവശേഷിക്കുന്നുള്ളൂ. അവർ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ് അല്ലെങ്കിൽ ഏത് ഡിനോമിനേഷനിൽപ്പെട്ട് ആരാധന നടത്തുന്നത് എന്നുള്ളതൊരു വിഷയമല്ല. അതിനെല്ലാം നേതൃത്വം കൊടുത്തത് ഈ സഭയാണ്, വാട്ടൻകിൽ സഭ. വാട്ടൻകിൽ സഭ പ്രാഥമിക കാലത്ത് ഈ സ്നേഹപ്പൂ എന്ന് പറയുന്ന അമ്മച്ചിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അവരുടെ മുൻഗണനയിൽ ആരംഭിച്ചുവെങ്കിലും അത് കഴിഞ്ഞ് LMSൽ നിന്നും അല്ലെങ്കിൽ എമൻ ചർച്ചിലെ ആൾക്കാർ വന്ന് അവർക്ക് കൂടുതൽ പിന്തുണ നൽകുകയും RK പ്രസീതം, ജഗദാസ് സാർ തുടങ്ങിയവരുടെ ശ്രമഫലമായിട്ട് അവരുടെ കൂട്ടായ്മയിൽ ഈ പ്രദേശത്തുള്ള ആൾക്കാരെ കൂടുതലായിട്ട് കൂട്ടിച്ചേർത്ത് അവർ പങ്കെടുത്ത കൂട്ടായ്മയുടെ ഫലമായിട്ട് ഒരു ആലയം ചെറിയ രീതിയിൽ പണിത് നമ്മുടെ പഴയ പള്ളി കാണുന്നത് അങ്ങനെ പണിത ആലയമാണ്. ആ ആലയത്തിനാണ് CSI ചർച്ച് വാട്ടൻകിൽ എന്ന് നാമകരണം ചെയ്തത്. അത് പിൽക്കാലത്ത് എല്ലാം എമൻ ചർച്ച് ഏറ്റെടുക്കുകയും അവർ വേണ്ടുന്ന സഹായം നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് വളർന്ന് അവിടെ ആ കൊച്ചു പള്ളിയിൽ സ്ഥലം പോരാതെ വന്നപ്പോൾ അവിടെ ഒരു പുതിയ ആലയത്തിൻ്റെ നിർമ്മാണം ആവശ്യമായി വന്നു. അതനുസരിച്ച് ഇപ്പോൾ ആലയം സ്ഥിതി ചെയ്യുന്ന പുതിയ സ്ഥലത്ത് 6.5 സെൻറ്റ് സ്ഥലം ജഗദാസ് സാറിൻ്റെ നേതൃത്വത്തിൽ RK പ്രസീതം തുടങ്ങി അനേകരുടെ കൂട്ടായ്മ കൂടെ ഈ സ്ഥലം വാങ്ങിച്ച് വിലയ്ക്ക് വാങ്ങി ഈ നമ്മുടെ സഭയ്ക്ക് നൽകി. ആ സ്ഥലത്താണ് ഇപ്പോൾ നമ്മുടെ ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. പള്ളി വയ്ക്കുന്നതിന് നമ്മുടെ സഭയിലെ അംഗങ്ങളും അഭ്യുതകാംക്ഷികളായിട്ടുള്ള അനേകം പേരും നമുക്ക് സഹായം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു മനോഹരമായ ആലയം പണിയാൻ നമുക്ക് കഴിഞ്ഞു. ഇപ്പോൾ അനേകം പേര് ഈ ആലയത്തിൽ വന്ന് ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ആലയത്തിനാകെ ഒരു കിടാവിളക്കായിട്ടാണ് ഇപ്പോൾ ഈ ദേശത്തിനായ ഒരു കിടാവിളക്കായിട്ടാണ് ഇപ്പോൾ ഈ ആലയം നമുക്ക് സ്ഥിതി ചെയ്യുന്നത്. ഈ ഭാവിയിൽ ഈ ആലയത്തിൽ ഈ ദേശത്തുള്ള സർവ്വജനവും വന്ന് മുട്ടുമടക്കുമെന്നാണ് കാണുന്നത്. ബൈബിൾ പറയുന്നത് പോലെ നമ്മുടെ ഇസ്രായേലിൽ ഒരു പുതിയ ആലയം പണിയുന്ന ഒരു തിരക്കിലാണ് ആ ഇസ്രായേൽ ജനം ഇന്ന് ഏർപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജനം, നമ്മുടെ ഈ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം ഈ കാണുന്ന വെളിച്ചം കണ്ട് അവർ നമ്മുടെ മുമ്പായി വരികയും നമ്മുടെ ആലയത്തിലെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ വേണ്ടി അവർ വരും. ഈ ആലയം ആ തലത്തിലേക്ക് വളരുകയും ചെയ്യും. ഇന്ന് ഇവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛന്മാരും നമുക്ക് നേതൃത്വം നൽകുന്ന
ശുശ്രൂഷകന്മാരുടെ ശ്രമഫലമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. അവർക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടെങ്കിലും അത് പ്രയോജനപ്പെടുത്താൻ വേണ്ടുന്ന മാർഗനിർദ്ദേശം നൽകാനായിട്ട് നമ്മുടെ സഭയ്ക്ക് കഴിയുന്നുണ്ട്. അങ്ങനെ അനേകം കുട്ടികൾ കളിച്ച് നടന്നിരുന്ന കുട്ടികൾ ഇപ്പോൾ ആലയത്തിൻ്റെ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് സാമൂഹിക പശ്ചാത്തലങ്ങളിലെല്ലാം അവർ വിദ്യാഭ്യാസപരമായി മുന്നേറുവാനും അതിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും സമൂഹത്തിൽ ആ സ്ഥാനമാനങ്ങൾ നേടി അനുഗ്രഹിക്കപ്പെടുവാനും ഇടയായിട്ടുണ്ട്. ഇന്ന് ഈ 80 വർഷം തികയുന്ന ഈ അവസരത്തിൽ അത് ഒന്നൊന്നായി വിശകലനം ചെയ്യുകയാണെങ്കിൽ അതിന് കുറേ കൂടി സമയവും സാഹചര്യങ്ങളും ആവശ്യമുണ്ട്. അതിന് ഇവർ പങ്കെടുത്ത സഭാ ശുശ്രൂഷകന്മാരായി പങ്കെടുത്ത എല്ലാ പേർക്കും വളരെ പറയുവാനുണ്ട്. ഓരോരുത്തരെയായി കാണുകയാണെങ്കിൽ ജയറസാർ എന്ന് പറയുന്ന നന്ദൻകോടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ റിട്ടയേർഡ് ലൈഫ് പൂർണ്ണമായും ഈ സഭയ്ക്ക് വേണ്ടി ചെലവഴിച്ചു. അത് കഴിഞ്ഞിട്ട് അതുപോലെ അനേക വ്യക്തികൾ നമ്മുടെ സഭയ്ക്ക് വേണ്ടി പങ്കെടുക്കുകയും ഈ സഭയിൽ വന്ന് നമ്മളെ ആരാധനയിൽ കൂട്ടിച്ചേർക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സഭയുടെ വളർച്ചയിൽ അവർ വഹിച്ച പങ്ക് ഇതൊക്കെയാണ്. ദൈവം നമ്മളെ ഇത്രത്തോളം വളർത്തി. നമ്മളിൽ പലരും ഉദ്യോഗസ്ഥരായി തീർന്ന് അല്ലെങ്കിൽ മറ്റ് ജീവനോപാധികൾ നമുക്ക് ഉണ്ടായി. ഒരു കാലത്ത് മദ്യപിച്ചും ബരക്കോത്തുകളിൽ നടന്നിരുന്ന നമ്മുടെ പിതാക്കന്മാർ അല്ലെങ്കിൽ സഹോദരങ്ങൾ ഇന്ന് അതൊക്കെ മാറ്റി കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്നും തൊഴിൽപരമായി വളരണമെന്നും ഒക്കെ ഉള്ള ഒരു ചിന്താഗതി വന്നു. സാമൂഹിക പശ്ചാത്തലത്തിൽ അവർ എത്രത്തോളം ഒരു വെളിച്ചം കണ്ടെത്തുവാൻ സഹായിച്ചു. അത് ഈ സഭയുടെ വെളിച്ചമാണ് പരന്നിട്ടുള്ളത്. ഈ വെളിച്ചം ഇനിയും ഈ ദേശത്തിനാകെ പരന്നുകൊണ്ടേയിരിക്കും. അത് 80 വർഷം ഇപ്പോൾ പൂർത്തിയാക്കുന്നു. അടുത്ത് ഒരു 81ാം വർഷത്തിലെത്തുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഫലവത്തായി തീരുവാൻ അല്ലെങ്കിൽ കുറേ കൂടെ മെച്ചപ്പെട്ട ലെവലിലേക്ക് എത്തുവാൻ സഹായമായി തീരും എന്ന് പ്രത്യാശ. ദൈവനാമത്തിന് സ്തോത്രം. 1945 എന്ന മാതാവ് തുടങ്ങി വെച്ച ആരാധനയാണ് CSI ബാർട്ടൺ ഹിൽ നടത്തി വന്നിരുന്നത്. അത് വളർന്ന് വലിയൊരു സഭയായി മാറി. അതിൽ പ്രധാനമായി അന്ന് ശുശ്രൂഷ നടത്തിയിരുന്നത് മാത്യു ഡീക്കൻ. ഞങ്ങൾ 1981 ട്രിവാൻഡ്രത്ത് വരുന്ന സമയം ഞങ്ങളുടെ ഈ പള്ളിയെ വിളിച്ചുകൊണ്ട് പോയത് എൻ്റെ പപ്പയുടെ മൂത്ത പെങ്ങളായ ലില്ലി മാത്യു ആണ്. അന്ന് മാമൻ അവിടെ മാത്യു എന്ന് പറഞ്ഞ അന്ന് മാമൻ എന്നവിടെ മാത്യു ഡീക്കനായിരുന്നു. മാമനായിരുന്നു അവിടെ നിന്ന് ആരാധന നടത്തിക്കൊണ്ടിരുന്ന സമയം. ആ സമയത്ത് അന്ന് ആ പള്ളിയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ വേണ്ടപ്പെട്ടവരൊക്കെ നമ്മൾ അന്നാലി ആൻറ്റിയുടെ പപ്പ, ജോയ്സിൻ്റെ പപ്പ എന്നിവരൊക്കെ ആയിരുന്നു അന്നവിടെ ഉണ്ടായിരുന്നത്. അവിടുന്ന് എം എൻ ചർച്ചിൽ നിന്ന് ആ സമയത്ത് ഫെലോഷിപ്പ് എന്ന പേരിൽ ജഗദാസ് സാറ്, പ്രസേദ് സാറ്, ജയറാജ് സാറ്, കനകരായച്ചൻ ഇവരൊക്കെ നമ്മൾ ബാർട്ടൺ സഭയിൽ കടന്നു വരികയും ജഗദാസ് സാറ് പല വീടുകളിലും പ്രാർത്ഥനയ്ക്ക് പോവുകയും വളരെ അവിടുത്തെ പാവപ്പെട്ട കുറേ ആൾക്കാരെ സഹായിക്കുകയൊക്കെ ചെയ്തു. അത് മുഖാന്തരം ഒത്തിരി പേര് നമ്മളെ പള്ളി വന്നിരുന്നു. അങ്ങനെ നമ്മളെ ബാർട്ടൺ സഭ വളർന്നു. താഴത്തെ കൊച്ചു പള്ളിയിൽ ഇരിക്കാൻ സ്ഥലമില്ലായിരുന്ന സമയത്താണ് സാറിൻ്റെ മോൻ ഒരു ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് സാറിൻ്റെ മോൻ ആക്സിഡൻറ്റിൽ നിന്ന് കിട്ടിയ ആ പൈസയിലാണ് സാറ് നേർന്നത് നമ്മുടെ സഭയ്ക്ക് ഒരു സ്ഥലം വാങ്ങിച്ചു തരാൻ. ആ സമയത്താണ് ഞങ്ങൾ അന്ന് അതിൻ്റെ അടുത്ത് താമസിക്കുകയായിരുന്നു. ആ സമയത്താണ് അവിടെ ഒരു സൈസ് ആൾക്കാർ താമസിച്ചത് ആ വീട്ടിൽ. അങ്ങനെ അന്ന് 6.5 സെൻറ്റ് സ്ഥലം അന്ന് 60,000 രൂപയ്ക്ക് നമ്മുടെ ജഗദാസ് സാറ് ഫെലോഷിപ്പിൻ്റെ കീഴിൽ നമുക്ക് സ്ഥലം വാങ്ങിച്ചു തന്നു. ആ സ്ഥലമാണ് ഇന്ന് നമ്മളെ കാണുന്ന ആ വലിയ ആരാധന നടത്തുന്ന പള്ളി. അന്നത്തെ പൊതുവായ അന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ് ഇത്രയും പേരും. പിന്നെ അവിടുന്ന് അന്ന് ഞങ്ങൾ അവിടെ താമസിക്കുകയായിരുന്നു എം എൻ ചർച്ച് മഹായിടവകയെന്ന്. പിന്നെ പപ്പ 85-86 സെക്രട്ടറിയായി അവിടുന്ന് മഹായിടവകയെന്ന് ഞങ്ങളെ അവിടെ താമസത്തിനാക്കി. ഞങ്ങൾ 2000
89 മുതൽ അല്ലേ 89 മുതൽ 2000 വരെ ഞങ്ങൾ അവിടെ താമസമാക്കി. ആ സമയത്താണ് അവിടെ പുതിയ പള്ളിക്ക് വേണ്ടി തറക്കല്ലിടാൻ വേണ്ടി അമുത തിരുമേനി ആണോ ഗ്ലാസൻ തിരുമേനി വരികയും അവിടെ തറക്കല്ലൊക്കെ ഇട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ ഇവിടെ ഉണ്ട്. അതിനകത്ത് വ്യക്തി അച്ഛൻ അന്ന് അതിൻ്റെ കൺവീനറായിട്ട് നമ്മൾ ആൽബർട്ട് സാറ് മഹേടവകെന്ന് തീരുമാനമെടുത്ത് അങ്ങനെ നമ്മുടെ ഈ വലിയ പള്ളി അന്ന് 4 ലക്ഷം രൂപയാണെന്ന് പ്രസ്ഥാനം അവർ തന്നത്. അപ്പം അത് വെച്ച് തുടങ്ങി. പിന്നെ ജർമ്മനിയിൽ നിന്ന് ഒരു കൂട്ടം വിശ്വാസികൾ വന്ന് നമ്മൾ സഭയ്ക്ക് വേണ്ടി സംഭാവന നൽകിയിട്ടുണ്ട്. 25-28 ലക്ഷം രൂപയായി പള്ളി പണിത് ആയപ്പോൾ. പിന്നീട് അന്ന് ആദ്യമായി നമ്മുടെ സഭയിൽ അച്ഛനായിട്ട് വന്നത് വിനോദ അച്ഛനാണ്. രണ്ടാമത് അച്ഛനാണ് നമുക്ക് താഴെ പള്ളി വീട് വെച്ച് തന്നത്. അതിനുശേഷം നമ്മുടെ സഭയിൽ ജസ്റ്റിനാജ് അച്ഛന്, റിജു അച്ഛന്, സനലച്ഛൻ, റെയ്നോഡച്ഛന്, നമ്മളിപ്പോഴത്തെ ബിജോയ് അച്ഛന് ഉണ്ട്. അന്ന് കപ്പ്യാരായിരുന്നവർ കുറച്ച് പേരുണ്ട് നമ്മുടെ സഭയിൽ. എൻ്റെ അറിവിലുള്ളവർ ഞങ്ങൾ വരുമ്പോൾ ആൻ്റണി അണ്ണൻ കപ്പ്യാരായിരുന്നു താഴത്തെ പള്ളിയിൽ. പിന്നെ ഉഷേശ്വരി അച്ഛൻ അപ്പങ്ങള്. പിന്നെ കപ്പ്യാരായി ജോലി ചെയ്തത് അനു അഞ്ചു. പിന്നീടാണ് ഷീന ഇരുന്നതിന് ശേഷമാണ് ഇവർ രണ്ടുപേരും. പിന്നെ വിജില ലിൻസിയായി. പിന്നെ ഇപ്പം സുശീലയും സ്വാമിനി. പിന്നെ രാജു അണ്ണൻ കപ്പേരായിട്ടുണ്ട്. രാജു അണ്ണൻ രമണീസിന്റെ ഭർത്താവ്. ശരിയാണ്. ഞങ്ങൾ വന്നതിന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് രാജു അണ്ണൻ കപ്പേരായത്. ശരിയാ. അന്ന് നമ്മൾ ബേബീസിനൊക്കെ ഇവിടുന്ന് പിള്ളേരെ നമ്മളെ എല്ലാ മെസ്സിൽ വരി ആഴ്ചത്തിൽ കൊണ്ടുപോകുമായിരുന്നു. അന്ന് നമ്മളിവിടെ ബേബീസ് ഒന്നും ഇല്ലല്ലോ. അങ്ങനെ നമ്മൾ എല്ലാ വർഷവും നമ്മൾ ബേബീസിന് ഇവിടുന്ന് പിള്ളേരെ കൊണ്ടുപോകായിരുന്നു എല്ലാ മെസ്സിൽ. അന്നത്തെ യൂത്തൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അന്ന് ഒത്തിരി പേരുണ്ടായിരുന്നു നമ്മുടെ പള്ളിയിൽ. ഞങ്ങൾ വരുമ്പോൾ അന്ന് നമ്മൾ വാട്ടാങ് സഭയുടെ സെക്രട്ടറി നമ്മളെ അങ്കിളിൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടെ, പൂച്ചെടിയിൽ നിന്ന് വരുന്ന ഒരു അങ്കിളായിരുന്നു. പിന്നെ നമ്മളെ മരിച്ചുപോയി ജേഴ്സിൻ്റെ സ്റ്റീഫണിന് സെക്രട്ടറി ഇരുന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ പപ്പ തന്നെ അല്ലേ അമ്മ? പിന്നെ പപ്പ പിന്നെ രമണി ചേച്ചി സെക്രട്ടറിയായി. പപ്പ കുറേ നാളിരുന്നു. പപ്പ 32 വർഷം വരെ പപ്പ ഞാൻ സെക്രട്ടറി. പിന്നെ രമണി ചേച്ചി ഇരുന്നു. പിന്നെ സെക്രട്ടറി ആയിട്ട് രവി സാറ് സാറ് പോയ ഈ നല്ല ഈ സ്ഥാനങ്ങൾ വഹിച്ചവരെ പേരാണ് ഞാൻ പറയുന്നത്. പൂച്ചടിയിലെ അങ്കിള്, ജയേഷിൻ്റെ അച്ഛൻ സ്റ്റീഫണിന്, പിന്നെ നമ്മളെ ഏലിയമാൻറ്റിയുടെ അച്ഛൻ, പിന്നെ ജോയ്സിൻ്റെ പപ്പ. ജോയ്സിൻ്റെ പപ്പയൊക്കെ അന്നത്തെ വലിയ ഇതായിരുന്നു. ജോയ്സിൻ്റെ പപ്പ, പിന്നെ ഏലിയമാൻറ്റി, എൻ്റെ പപ്പ, ലില്ലി, അപ്പങ്ങള്, മാത്യു ഡീക്കന്. ടീച്ചറുണ്ടായിരുന്നു. ടീച്ചർ തങ്കമ്മ ടീച്ചർ. ഒന്ന് അക്കൗണ്ടൻ്റ് ആയിരുന്നു അന്ന് എൻ്റെ ഓർമ്മയിൽ. പിന്നെ ഓർഗനൊക്കെ വായിച്ചിട്ടുണ്ട് നമ്മുടെ ചന്ദ്രങ്കിള്. പിന്നെ നമ്മളെ രവിയണ്ണന്, സുശീലയുടെ രവിയണ്ണനായിരുന്നു. കരോളിന് പോകുമ്പോഴൊക്കെ എൻ്റെ പപ്പയുടെ കൂടെ കലണ്ടറൊക്കെ പിടിച്ചെണ്ണ നല്ല ഇതായിരുന്നു. പിന്നെ രാജുവിൻ്റെ കാര്യം പറഞ്ഞല്ലോ. രാജുവിനെ കപ്പിയാരായിട്ടുണ്ട്. രാജുവിനെ കപ്പിയാരായിരുന്നു. അന്നത്തെ കൊച്ചു പള്ളിയിലെ ഏറ്റവും കൂടുതൽ കുടുംബമായിട്ട് വന്നുകൊണ്ടിരുന്നത് ഒന്ന് നമ്മുടെ എലിസബേച്ചിൻ്റെ കുടുംബം, അവരെ ഫാമിലി. പിന്നെ നമ്മളെ അപ്പുവങ്കിൾ അപ്പുടീക്കൻ, അവരുടെ ഉഷിച്ചേച്ചി, അവരെ സഹോദരങ്ങളെല്ലാവരും സുഗുണെല്ലാവരും ആയിരുന്നു. പിന്നെ ഷാജിയുടെ ഫാമിലി. ഇവരൊക്കെയാണ് അന്നത്തെ ഏറ്റവും വലിയ കുടുംബം. പിന്നെ സൂസേച്ചിയുടെ കുടുംബം. ഇവരൊക്കെ അന്ന് മൊത്തം പള്ളിയിലായിരുന്നു. എൻ്റെ ഓർമ്മയിൽ ഒരു 82 തൊട്ട് ഞങ്ങൾ കരോളിന് പോകുമായിരുന്നു എല്ലാ ക്രിസ്മസിനും. ആ കാര്യം കൂടി ഞാൻ കുറച്ച് പറയാം. ഞങ്ങൾ ഇവിടുന്ന് ഡിസംബർ 1 അല്ലെങ്കിൽ നവംബർ ആ ഭാഗത്ത് നമ്മൾ കരോൾ തുടങ്ങും. കാര്യം അന്ന് പുതിയ പള്ളി പണിയണം. അതിനുവേണ്ടി നമ്മൾ കുറേ നമുക്ക് ഇത് എന്താ പറയുക ധനശേഖരണം. അതിനുവേണ്ടി ഞങ്ങൾ 35 അടങ്ങുന്ന ഒരു കരോൾ സംഘം ഉണ്ടായിരുന്നു നമുക്ക് അന്ന് നമുക്ക് വണ്ടിയില്ല, നമുക്ക് ഓർഗൻസ് അങ്ങനത്തെ ഒന്നുമില്ല. അല്ല, സ്വന്തമായിട്ടല്ല വായിക്കുന്നവരാണ് അന്നെല്ലാം. അന്ന് ജഗദാസ് സാറിൻ്റെ
ഇതിൽ ജഗദാസ് സാറ്, പ്രസേദ് സാർ, അങ്ങനെ കുറേ പേര്, ഞങ്ങൾ ഷാജിയുടെ സഹോദരങ്ങൾ, ഞങ്ങൾ, എൻ്റെ കുടുംബം, രമണി ചേച്ചിയുടെ അവിടെ നിന്ന് റജി, ഞങ്ങളങ്ങനെ ലാലി, കണ്ണമുര ലാലി, സാന്ത, രമ, നമ്മളെ ബിന്ദു, ഷീജ, അവരെ പുനവർ ചേച്ചിയുടെ മക്കൾ എല്ലാവരും ഉണ്ടായിരിക്കും അന്ന്. ഞങ്ങൾ ഇവിടുന്ന് 6 മണിക്ക് കരോള് ഞങ്ങൾ നടന്നാണ് പോകണം അന്നൊക്കെ. കാറും വണ്ടിയൊന്നും നമുക്കില്ല. ഞങ്ങൾ മണ്ണന്തല, നാലാഞ്ചിറ, കവടിയാറ്, പേരൂർക്കട, അങ്ങനെ MN ചർച്ചിലെ വീടുകൾ മൊത്തം ഞങ്ങൾ പോയിട്ടുണ്ട് അന്ന്. തിരിച്ച് വരുമ്പോൾ 3:30 മണിയൊക്കെ ആവും. അന്ന് ട്രിപ്പിൾ വായിച്ചവരന്ന് ജോഷിയായിരുന്നു അന്ന്. പിന്നെ സൂസേഷിൻ്റെ സഹോദരങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു, കുഞ്ഞുമോനൊക്കെ. അന്ന് ഇവർ സ്വന്തമായിട്ട് പാട്ട് എഴുതി, സൂസിയുടെ സഹോദരന്മാരായ കുഞ്ഞുമോന്, ബാബുണ്ണനൊക്കെ, ജോനൊക്കെ സ്വന്തമായി പാട്ട്, ജോസുണ്ണനൊക്കെ സ്വന്തമായി പാട്ട് എഴുതിയാണ് അന്ന് കരോൾ ഞങ്ങൾ പാടിക്കൊണ്ടിരുന്നതും. ട്യൂണിങ് ചെയ്യുന്നതൊക്കെ അവർ തന്നെയാണ്. അന്ന് ഈ സെറ്റിംഗ് ഒക്കെ ചെയ്യുന്നതും അവർ സ്വന്തമായി തന്നെയായിരുന്നു. ഇവർക്കൊക്കെ പറഞ്ഞു കൊടുക്കും, എല്ലാം ചെയ്യും. ഇതെല്ലാം ഓരോരുത്തർ പിടിക്കും. പിന്നെ ഞങ്ങൾക്ക് ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു. എല്ലാവരും വൈറ്റ് ഇടും. എല്ലാ ദിവസവും വൈറ്റ് ആയിരുന്നു അന്ന് എല്ലാവരും. അങ്ങനെ ഒരു 93 വരെയുള്ള കരോള് ഞാനുണ്ടായിരുന്നു കൂടെ. അതിന് ശേഷം നമ്മളെ സഭ വളർന്നു, പുതിയ പള്ളി വന്നു. അതിനുശേഷം പിന്നെ എല്ലാവരും പുതിയ തലമുറകളായി. പിന്നെ ഞങ്ങളെപ്പോലെ അന്ന് നടക്കാനൊന്നും ഇവിടെ ആർക്കും വയ്യ. പിന്നെ എല്ലാം 2-3 വണ്ടിയായി. പിന്നെ വേന് വിളിച്ചു. അങ്ങനെ പുതിയ തലമുറയ്ക്കായി പുതിയൊരു കരോളെന്ന് തുടങ്ങുന്നുണ്ട്. എനിക്ക് 72 മുതലുള്ള ചരിത്രം എനിക്കറിയാം. എൻ്റെ പിതാവാണ് സഭയിലെ ഉപദേശിയായിരുന്നത്. ആദ്യം ഞങ്ങൾ കുടുംബമായിട്ട് കണ്ണമുല സഭയിലായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ 72 ബാറ്റങ്ങി സഭയിലോട്ട് വന്നു. അവിടെ നിന്നാണ് ഞാനന്ന് കൊച്ചായിരുന്നു, എനിക്ക് അത്ര അറിവൊന്നും ഇല്ലായിരുന്നു ഇതിൽ തന്നെയും. പിന്നെ എൻ്റെ സഹോദരന്മാരൊക്കെ സഭയിലുണ്ടായിരുന്നു. അവരുമായിട്ടുള്ള സഹകരണമൊക്കെ ഇതായിരുന്നു. പിന്നെ ഷാജിയും കുടുംബം ഉണ്ടായിരുന്നു, രമണി ചേച്ചിയും കുടുംബം ഉണ്ടായിരുന്നു, ബേബി ചേച്ചിയും കുടുംബം ഉണ്ടായിരുന്നു, പിന്നെ ദേവമണി കുടുംബം, പിന്നെ ടെന്നീസൻ, എക്സമ്മ, പുന്നാപുരം, അവരുടെ അനിയത്തി, സഹോദര മക്കള് എല്ലാവരും നമ്മളെ സഭയിലായിരുന്നു. പിന്നെ മറിയമ്മച്ചി എന്ന് പറഞ്ഞൊരു അമ്മച്ചി ഉണ്ടായിരുന്നു, അവർ മരിച്ചുപോയി. അവരും നമ്മളെ സഭയിലായിരുന്നു. പിന്നെ പൈതല്, നന്തംകോട് എന്ന് പറഞ്ഞ ഒരു കുടുംബം ഉണ്ടായിരുന്നു. പൂച്ചടിയിൽ നിന്ന് ഒരു അപ്പച്ചനും അമ്മച്ചിമാരും വരുന്നു. അങ്ങനെ കുറേ ആൾക്കാർ നമ്മളെ സഭയിലുണ്ടായിരുന്നു. ഞങ്ങളുടെ എൻ്റെ കൊച്ചു പ്രായത്തിൽ. പിന്നെ ഓമന ചേച്ചിയും കുടുംബം, ഓമന ചേച്ചിയല്ല, ഓമന ചേച്ചിയുടെ അച്ഛനും അമ്മയും. പിന്നെ ചേച്ചി ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് വരാൻ ബുദ്ധിമുട്ട് കാരണം വല്ലപ്പരിക്കൊക്കെ വരുമായിരുന്നു. പപ്പ സെക്രട്ടേറിയറ്റിൽ ജോലി ഉണ്ടായിരുന്നു. ആ ജോലി സമയത്താണ് നമ്മളെ സഭയാണെങ്കിൽ ഷെഡായിരുന്നു, ചെറിയ സഭയായിരുന്നു. ആ സഭയിൽ ചാണകമൊക്കെ വഴിയാണ് ഞങ്ങൾ തറയിരുന്നു പായിട്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ജോയ്സ്, ലോറൻസ്, ആന്റണി അണ്ണൻ. പിന്നെ ആന്റണി അണ്ണൻ കല്യാണം കഴിഞ്ഞ് പള്ളിയിലത്തേക്ക് ആ പ്രസംഗിക്കുന്ന പീഠം വാങ്ങിച്ചു കൊടുത്തത് ആന്റണി അണ്ണനാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ എപ്പോഴും ആ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കും. എൻ്റെ അമ്മൂമ്മ കണ്ണമുലയായിരുന്നു. കണ്ണമുലയിൽ നിന്ന് എൻ്റെ അമ്മൂമ്മ എപ്പോഴും നമ്മളെ സഭയിൽ വരെയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എല്ലാവർക്കും അമ്മൂമ്മ അറിയാൻ. പണ്ടുള്ള ഇപ്പോഴുള്ള മക്കൾക്കൊന്നും അറിഞ്ഞൂടാ. പണ്ട് കാലത്തുള്ളവർക്കൊക്കെ വളരെ വലിയ കാര്യമായിരുന്നു. അവരുമായിട്ട് ഭയങ്കര സഹകരണമായിരുന്നു. ഷെഡായിരുന്നു. അവിടെ ചാണകം വഴിയാണ് ഞങ്ങൾ തറയിരുന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളത്. ആ അനുഗ്രഹം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, അത് മറക്കാൻ പറ്റൂല. എൻ്റെ പപ്പ അവധിയുള്ള സമയത്ത് ഓല വാങ്ങി കൊണ്ടുവന്ന് മെടഞ്ഞ് കെട്ടിയിട്ടുള്ള സമയങ്ങളുണ്ട്. അതെല്ലാം ഞാൻ കൊച്ചുപ്രായത്തിൽ കാണുന്ന കാര്യങ്ങളായിരുന്നു. പിന്നെ എനിക്ക് പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പ സുഖമില്ലാതെയായി. ഞാൻ 10ൽ പഠിക്കുമ്പോൾ എൻ്റെ പപ്പയ്ക്ക് സുഖമില്ലാതെയായി. പപ്പ കിടക്കുന്ന അവസ്ഥയിൽ നമ്മളെ സഭ ആർക്കും വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ, എന്ത് ചെയ്യട്ടെന്ന് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ കമ്മിറ്റി അംഗങ്ങൾ മറ്റേ ജോയ്സിൻ്റെ അപ്പച്ചയും അവിടുത്തെ കപ്പിയാരായിരുന്നു, ഏരി ചേച്ചിയുടെ അവിടുത്തെ ഒരു അപ്പച്ച ഉണ്ടായിരുന്നു. അച്ഛൻ്റെ പേരെനിക്ക് ഓർമ്മയിരുന്നു. അവരെല്ലാം കൂടെ ചേർന്ന് CC സഭയിലോട്ട് എഴുതി കൊടുത്തു. അങ്ങനെ അവരാണ് ഏറ്റെടുത്തത്. ആദ്യം
ആംഗ്ലിക്കൻ ചർച്ച് എന്നുള്ള സഭയിലായിരുന്നു അവര് പിന്നെ അങ്ങോട്ട് പഴയും സഹകരിക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ CSS സഭയിലേക്ക് ഇവിടെ LMSലേക്ക് എഴുതി കൊടുത്തത്. അങ്ങനെയാണ് അവരുമായിട്ടുള്ള പപ്പ മരിച്ച് പിന്നെ ബാക്കി പിന്നെ ജഗദാസ് സാറ്, പ്രസീദ് സാറ്, പിന്നെ മാത്യു സാറ് എല്ലാവരും വന്ന് നമ്മളെ പള്ളിയിൽ സഹകരിച്ച് സാറാണ് കൂടുതലും മുൻകൈയെടുത്ത്. പ്രസീദ് സാറും ജഗദാസ് സാറും ജയറാം സാറൊക്കെ മുൻകൈയെടുത്ത് നമ്മളെ പള്ളി പാളാക്കിയത്. ജഗദാസ് സാറ് സെക്രട്ടേറിയറ്റ് ജോലി ഉണ്ടായിരുന്നു. സാറിന്റെ മോന് ഒരു ആക്സിഡന്റ് പറ്റിയ സമയത്ത് ആ പൈസ കേസ് പറഞ്ഞ ആ പൈസ കിട്ടിയതിന് ശേഷമാണ് സാറ് വിചാരിച്ചു നമ്മൾ ഈ ഷെഡിലല്ലേ പ്രാർത്ഥിക്കുന്നത്, നമുക്ക് സ്ഥലം വാങ്ങിച്ച് നമുക്ക് വലിയൊരു പള്ളി വയ്ക്കാമെന്നുള്ള ഒരു തീരുമാനം എടുത്തതിന് ശേഷം എല്ലാവരും കൂടെ ചേർന്ന് മാത്യു സാറ്, ജയറാം സാറ്, പ്രസീദ് സാറ്, പിന്നെ ഒരുപാട് വ്യക്തികൾ വെളിയിൽ നിന്ന്, പിന്നെ ജോൺ സാറ് തുമ്പയിൽ ജോലിയുള്ള ഒരു സാറുണ്ടായിരുന്നു. ആ സാറെല്ലാം നമ്മളെ പള്ളിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തിച്ചവരാണ്. എൻ്റെ കല്യാണത്തിന് ഇവരെല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാവരും പങ്കെടുത്തിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവരെല്ലാം നല്ല ഒരു നമ്മളുമായിട്ട് വലിയ ആത്മീയതയിൽ തന്നെ ഈ സഭ മുമ്പോട്ട് കൊണ്ടുപോയി. അതിൻ്റെ ഫലമായിട്ടാണ് ദൈവം ഇത്രയും ഒരു വലിയ പള്ളി നമുക്കുണ്ടാക്കാൻ കാരണം. തീരുമാനത്തിൽ ഞാൻ പറയാണ്, എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അനുഗ്രഹങ്ങളുള്ളൂ. ഞാൻ കുഞ്ഞുനാൾ മുതൽ ചെറിയ പള്ളിയിൽ ആരാധിച്ചതിൻ്റെ ഫലമായിട്ട്, ചാണമൊഴിയൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ആ പരിധിയിൽ വളർന്നതിന് അത് മുതൽ എൻ്റെ ദൈവം എന്നെ വളരെ എന്തെല്ലാം കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും വന്ന സമയങ്ങളിലെല്ലാം ദൈവം എന്നെ കളിഞ്ഞ കൃഷ്ണമണി പോലെ പരിപാലിച്ച് ഇത്രത്തോളം ഞാൻ വളരെ വീടുകളിൽ പോയി ജോലി ചെയ്താണ് എൻ്റെ മക്കളെ വളർത്തിയത്. എനിക്ക് ദൈവം സഹായിച്ച് 2 മക്കളെ ദൈവം തന്നു. അവരെ പരിപാലിക്കാനുള്ള കഴിവ് ദൈവം എനിക്ക് തന്നു. ഇതുവരെ എന്നെ നിലനിർത്തി. എനിക്ക് 64 വയസ്സായി. ഞാൻ ഇതുവരെയും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാനോ ഒന്നും ദൈവം എന്നെ ഇടയാക്കിയില്ല. ഇനിയുള്ള കാര്യം പറയാനൊക്കില്ല. എങ്കിലും ദൈവം എന്നെ വൻകാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച് ഞങ്ങൾ വിചാരിക്കാത്ത സ്ഥാനത്ത് വരെ ദൈവം കൊണ്ടെത്തിച്ച് വിദേശ രാജ്യത്ത് വരെ പോകാനുള്ള ഇടയാക്കി തന്നു. ദൈവം എത്രമാത്രം ദൈവത്തെ സ്തുതിച്ചാലും മതിയാവില്ല. അത്രമാത്രം ദൈവം ഞങ്ങളെ ഉയർത്തി. പിന്നെ എൻ്റെ മക്കളെ ഞങ്ങൾ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ആ ഒരു കഷ്ടതയിൽ കൂടെ ദൈവം ഞങ്ങളെ വഴി നടത്തി. എത്രമാത്രം നന്ദി പറഞ്ഞാൽ മതിയാകും. ഈ വാർഷികത്തിന് ഇത്രയും 80ാം വാർഷികത്തിന് ദൈവം എന്നെ അതിനും വന്ന് സംബന്ധിക്കാൻ ദൈവം എന്നെ ഇടയാക്കിയതിന് ദൈവത്തിന് നന്ദി. വന്ന എല്ലാ നമ്മുടെ സഭയിലുള്ള എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കും. ബാർക്കഞ്ചൽ പള്ളിയുടെ 80ാമത്തെ വർഷം എന്ന് പറയുമ്പോൾ ആദ്യം ഇവിടെ ഒരു ചെറിയ പള്ളി ഉണ്ടായിരുന്നു. അത് ഞാൻ നവീകരിച്ച് വീണ്ടും പ്രത്യേകം തയ്യാറാക്കിയ ഒരു പള്ളിയാണ് ബത്ലഹേം റസാലം CSI ചർച്ച്. വളരെ സുഗമമായിട്ട് നടന്നു വരുന്നു. നാട്ടുകാരുടെയും ഈ സഭയിലുള്ള എല്ലാവരുടെയും കൂടെ നിസ്വാർത്ഥമായ പ്രവർത്തനവും സഹകരണവും കൊണ്ടാണ് ഈ നിലയിൽ എത്തിച്ചേർന്നത്. അതിൽ വളരെയധികം ഞങ്ങൾ അഭിമാനിക്കുന്നു. ഇതിൽ പ്രവർത്തിച്ച് എല്ലാവരെയും നമുക്ക് എപ്പോഴും ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ മുൻ സെക്രട്ടറി നമ്മുടെ സ്റ്റീവൻ സാറ് മരിച്ചുപോയി. അവരുടെ ഫാമിലിയുണ്ട്. ഞങ്ങളെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. അതുപോലെ രവികുമാർ സാറ് അല്പ അവശനിലയിലാണ്. അദ്ദേഹവും ഇതിനു വേണ്ടി പരമാവധി പരിശ്രമിച്ചതാണ്. പിന്നെ റസാല ഫാമിലിയെ പ്രത്യേകിച്ച് നമുക്ക് ഓർമ്മിക്കാതിരിക്കാൻ പറ്റില്ല. അവർ ധാരാളം പണം ഇതിൻ്റെ ചെലവിലേക്ക് നമുക്ക് തന്നതാണ്.
അത് അങ്ങനെയാണ് ഈ പള്ളി സ്ഥാപിക്കാനായിട്ട് നമുക്ക് സാധിച്ചത്. അതുകൊണ്ടാണ് അവർ തന്ന പേരാണ് ബത്ലഹേം പ്രസ്ഥാനം CSI ചർച്ച് എന്നിട്ടിരിക്കുന്നത്. പിന്നെ വിനോദച്ചന് ഒരിക്കലും മറക്കാനൊന്നുമില്ല. അദ്ദേഹം വിദേശത്ത് പോയി പോലും പണം കൊണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ജ്യോതി സക്കച്ചൻ, മറ്റു ഇവിടെ ഇരുന്ന എല്ലാ അച്ഛന്മാരും, പ്രത്യേകിച്ച് എല്ലാവരെയും നമുക്ക് ഓർമ്മിക്കേണ്ട ഒരു ദിവസം കൂടെയാണ്. അങ്ങനെ സഭ ഇപ്പോൾ നമ്മൾ വന്ന അച്ഛനും നമുക്ക് വളരെയധികം ഫേവറബിളായിട്ടുള്ളതാണ്. ആ അച്ഛൻ്റെ പ്രവർത്തനം ഇനി ധാരാളം ഇവിടെ ആവശ്യമുണ്ട്. അച്ഛൻ വളരെ ചെറുപ്പമാണ്. അപ്പം അതനുസരിച്ച് അച്ഛൻ പ്രവർത്തിക്കാനുള്ള കഴിവ് തീർച്ചയായും ദൈവം കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഇതിൽ സഹകരിക്കുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ്.